ജർമ്മനി വിസ ഫയലിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിലും ഒരു ചോദ്യം. ആ ഡോക്യുമെന്റ്സ് അല്ല വാലിഡ് ആണ്. കാരണം ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുള്ളത് മാത്രം പോരാ, എക്സ്പയർഡ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വിസ ആപ്ലിക്കേഷൻ റിസ്ക് ആണ്. പല ആപ്ലിക്കൻസും ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ മാസങ്ങളോളം സമയം എടുക്കുന്നു. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എടുത്തു, ഇൻഷുറൻസ് എടുത്തു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു, ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി. പക്ഷെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് എത്തുമ്പോഴേക്കും ചില ഡോക്യുമെന്റ്സ് എക്സ്പയർഡ് ആയിട്ടുണ്ടാവും. പ്രശ്നം എന്താണെന്ന് അറിയാം. പലർക്കും ഇത് അപ്പോയിന്റ്മെന്റ് ദിവസം വരെ മനസ്സിലാകാറില്ല, അല്ലെങ്കിൽ സബ്മിഷൻ കഴിഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ വീണ്ടും ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, സമയം നഷ്ടമാകും, സ്ട്രെസ് കൂടും, ചിലപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തന്നെ ഡിലേ ആകാം. ജർമ്മനി വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഡോക്യുമെന്റ്സ് പ്രത്യേകമായി വെരിഫൈ ചെയ്യുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത്, എംബസി റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ഡേറ്റ് റേഞ്ച് ആണോ എന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ഡേറ്റ് ശരിയാണോ, പോളിസി ആക്റ്റീവ് ആണോ എന്നുള്ളത്, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ വിസ കാറ്റഗറിക്ക് വാലിഡ് സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ലേറ്റസ്റ്റ് വേർഷൻ ആണോ എന്നുള്ളത്, അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് കറന്റ് റിക്വയർമെന്റ്സ് അനുസരിച്ചുള്ളതാണോ എന്നുള്ളത്. ഒരു സിമ്പിൾ റൂൾ ഓർക്കുക: ബിഫോർ സബ്മിഷൻ ഈസ് ഈക്വൽ ടു യുവർ ഫൈനൽ ഡോക്യുമെന്റ് റിവ്യൂ. അപ്പോയിന്റ്മെന്റിന് 48 മണിക്കൂർ മുമ്പ് മുഴുവൻ ഫയൽ ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്യുക. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ എക്സ്പയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനേക്കാൾ ഡേഞ്ചറസ് ആയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പല ആപ്ലിക്കൻസും ഇന്നും പഴയ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യാണ്. അതാണ് അടുത്ത വീഡിയോയിലെ വിഷയം. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവസാനമായി റിവ്യൂ ചെയ്തത് എപ്പോഴാണ്? കമന്റിൽ അറിയിക്കാമോ? ദിസ് വീക്ക് അല്ലെങ്കിൽ ലോങ് എഗോ? ഏതാണ് എന്ന് കമന്റിൽ അറിയിക്കുക. ജർമ്മനി വിസ അപ്ലൈ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കാരണം 4ാമത്തെ ദിവസത്തിൽ ജർമ്മനി വിസ റിജക്ഷന്റെ മറ്റൊരു കോമൺ മിസ്റ്റേക്ക് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾഡ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ജോൺസ് മാത്യു, ജർമ്മനി ഡോക്യുമെന്റേഷൻ ആൻഡ് വിസ ക്ലാരിറ്റി എക്സ്പെർട്ട്, ഡ്രീം ഫ്ലൈ സ്റ്റഡി അബ്രോഡ് പാല. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്